وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കുന്ന ജനിപ്പിക്കുന്ന സസ്യലതാദികളെക്കുറിച്ച് പറയുകയാണ്. വഹുവല്ലദി അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ വഗൈറ മഅറൂശാത്ത്. പന്തലുകളിട്ട് സസ്യങ്ങൾ വളർത്തപ്പെടുന്ന തോട്ടങ്ങളുണ്ട്, പന്തലുകളിലില്ലാതെ ഉള്ള തോട്ടങ്ങളുണ്ട്. എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു അത്രേ. വന്നഖ്ല വസ്സർഅ മുഖ്തലിഫൻ ഉകുലു. വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ തരുന്ന കൃഷികൾ, അതേപോലെ ഈത്തപ്പനകൾ, ഇതിനെയൊക്കെ പടച്ചത് അല്ലാഹു അത്രേ. വസ്സൈത്തൂൻ വറുമ്മാൻ, ഒലീവ്, അതേപോലെ റുമ്മാൻ, മാതളം, ഇതിനൊക്കെ പടച്ചത്. മുതശാബിഹൻ വഗൈറ മുതശാബിഹ്. അവ പരസ്പരം തുല്യത തോന്നും, സാദൃശ്യം തോന്നും, പക്ഷേ അവയ്ക്ക് യാതൊരുവിധ തുല്യതയുമില്ല. അങ്ങനെ റുമ്മാനുകൾ, ജൈത്തൂനുകൾ, വ്യത്യസ്ത കായ്കനികളുള്ള വിളകളുള്ള കൃഷികൾ, ഈത്തപ്പനകൾ, പന്തലിൽ പടർത്തിയ തോട്ടങ്ങൾ, പടർത്താതെയുള്ള തോട്ടങ്ങൾ, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഭൂമിയെ സസ്യലതാദികളാൽ സജീവമാക്കിയത്? ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ യുംബിതു ലക്കും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. അല്ലാഹു അത്രേ മീതെ നിന്ന് മഴയെ അവതരിപ്പിച്ചവൻ. ലക്കും മിൻഹു ശറാബുൻ, ആ മഴയിൽ നിന്നാണ് നിങ്ങൾക്ക് പാനജലമുള്ളത്. വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ, അതിൽ നിന്നാണ് നിങ്ങൾക്ക് വൃക്ഷങ്ങളും സസ്യലതാദികളും ഉള്ളത്, അതിനാണ് നിങ്ങൾ നിങ്ങളുടെ കാലികളെ മേച്ചുകൊണ്ടിരിക്കുന്നത്. യുംബിതു ലക്കും ബിഹി الزرع, ആ മഴയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് കൃഷികളെ മുളപ്പിക്കുന്നു. വസ്സൈത്തൂൻ, ഒലീവുകൾ, വന്നഖീൽ, ഈത്തപ്പനകൾ, വൽ അനാബ്, മുന്തിരികൾ, വമിൻ കുല്ലി സമറാത്ത്, എല്ലാവിധ ഉൽപ്പന്നങ്ങളും കായ്കനികളും ഫലങ്ങളും പൂക്കളും പഴങ്ങളുമൊക്കെ. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ തികഞ്ഞ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലദീ അൻസല മിനസ്സമാഇ മാഅ ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ശൈഇൻ فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعي إن في ذلكم لآيات لقوم يؤمنون. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഭൂമിയെ സജീവമാക്കുന്നത്? അതിൽ മറ്റൊരു വചനമാണിത്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളെയാണ് അള്ളാഹു ഇവിടെയൊക്കെ എണ്ണുന്നത്. മീതെ നിന്ന് മഴയെ അവതരിപ്പിച്ചവനാകുന്നു അള്ളാഹു. ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ശൈഇൻ, ആ മഴയിലൂടെ അള്ളാഹു എല്ലാ സസ്യങ്ങളുടെയും മുളയെ പുറത്തു കൊണ്ടുവരുന്നു. ഫഅഖ്റജ്നാ മിൻഹു ഖദിറൻ നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബ, അള്ളാഹു പറയുന്നു ആ വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു പച്ച പിടിച്ച ചെടികളെ പുറത്തു കൊണ്ടുവരുന്നത്. ആ ചെടികളിൽ നിന്നാണ് തിങ്ങി നിറഞ്ഞ ധാന്യങ്ങളെ അള്ളാഹു പറയുകയാണ് നാം ഉൽപ്പാദിപ്പിക്കുന്നത്. വമിനൻ നഖ്ലി മിൻ തൽഇഹാ ഖിൻവാനുൻ ദാനിയ, ഈത്തപ്പനകളിൽ നിന്ന്, അതിൻ്റെ കുലകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഈത്തപ്പന കുലകളെ നാം ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ വജന്നാത്തിൻ മിൻ അനാബിൻ, മുന്തിരികളുടെ തോട്ടങ്ങൾ, വസ്സൈത്തൂൻ, ഒലീവിൻ്റെയും, വറുമ്മാൻ, മാതളത്തിൻ്റെയും ഒക്കെ തോട്ടങ്ങൾ, മുഷ്തബിഹൻ വഗൈറ മുതശാബിഹ്, തുല്യത തോന്നുന്നവയാണിവ, പക്ഷേ ഇവയൊന്നും ഒരുപോലെയല്ല അതിൻ്റെ വലിപ്പത്തിൽ, രുചിയിൽ, ഫലത്തിലൊക്കെ. എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഉൻദുറു ഇലാ സമരിഹി ഇദാ അസ്മറ വയൻഇ, ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അത് ഫലിക്കുമ്പോൾ അതിലേക്കൊന്ന് നോക്കൂ, പിന്നെ അതിൻ്റെ വളർച്ചയും ആ ഫലങ്ങളുടെയൊക്കെ പൂർണ്ണതയും അതിലേക്ക് നോക്കൂ. ഇന്ന ഫീ ദാലികും ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ, വെള്ളത്തിലൂടെ ഭൂമിയെ അതിൻ്റെ നിർജീവതക്കപ്പുറം സജീവമാക്കുമ്പോൾ അതെങ്ങനെ, അതിൽ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ, ഇതൊക്കെ ബോധ്യപ്പെടാനാണ് ഇത്തരം മഹൽ വചനങ്ങൾ. ഓരോ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, അതിലടങ്ങിയ ഗുണങ്ങൾ, അതിൻ്റെ ധർമ്മങ്ങൾ എത്രയെത്ര.